മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലന്റെ പ്രതികരണം CPMനുള്ളിൽ തന്നെ വലിയ ചർച്ചയാകുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെടുമെന്നാണ് ബാലൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ഔപചാരിക ചിഹ്നമുണ്ട്. അത് സംരക്ഷിക്കാൻ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം MP-മാരുണ്ടാകണം. അതില്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണനയെ ഉണ്ടാവും. നമ്മുടെ അംഗീകാരം നഷ്ടമായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമുള്ള ചിഹ്നമായിരിക്കും നൽകുക. മര്യാദയ്ക്കുള്ള ചിഹ്നമൊക്കെ അവർ അനുവദിച്ചു കഴിഞ്ഞു. നമുക്ക് ഈനാം പേച്ചിയോ എലിപ്പെട്ടിയോ ലഭിക്കും എന്നാണ് AK ബാലൻ പറഞ്ഞത്. CPMന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPMന് നഷ്ടമാകും. 2004 43 MP-മാരുണ്ടായിരുന്ന CPMന് ഇപ്പോഴുള്ളത് വെറും 3 MP-മാർ മാത്രം. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണമുണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രം. ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് CPMന്റെ ശ്രമം. ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തണമെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 പേരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുകയോ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി സ്ഥാനമോ വേണം. 11 പേരെ വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിലാണ് സാഹചര്യങ്ങൾ അനുകൂലവും. കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് CPMന് ലഭിച്ചത്. ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 15 സീറ്റുകളിലാണ് CPM ഇത്തവണ മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലാണ് കൂടുതൽ പ്രതീക്ഷ. പ്രമുഖ നേതാക്കളെയാണ് മത്സരത്തിനിറക്കിയിരിക്കുന്നത്. PB അംഗം, മന്ത്രി, 3 MLA-മാർ, 3 ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ മത്സരരംഗത്തുണ്ട്. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ CPM ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പരമാവധി സീറ്റുകൾ നേടാനാണ് ഈയൊരു നീക്കം. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MP-മാരെ കിട്ടാൻ കേരളത്തിൽ കുറഞ്ഞത് 8 MP-മാരെങ്കിലും ലഭിക്കണം. തമിഴ്നാട്ടിൽ DMK പിന്തുണയോടെ 2 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഈ 2 സീറ്റിലും വിജയസാധ്യതയുണ്ട്. മൂന്നാമത് ഒരു സംസ്ഥാനത്ത് നിന്ന് 1 സീറ്റ് കൂടി CPM നേടണം. കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളുടെയും സഹായമില്ലാതെ ഇത് നടക്കാനിടയില്ല. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം ഉണ്ടെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താം. ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ 6% നേടണം. അല്ലെങ്കിൽ 25 MLA-മാർക്ക് ഒരു പാർലമെന്റ് അംഗം ഉണ്ടാകണം. കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. ഒരു സംസ്ഥാനത്ത് കൂടി ഇതേ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം. അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞതുപോലെ പാർട്ടി പ്രതിസന്ധിയിലാകും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് 71 സീറ്റിലാണ്. ജയിച്ചത് വെറും 3 സീറ്റിൽ. കേരളത്തിൽ 1 സീറ്റും തമിഴ്നാട്ടിൽ 2 സീറ്റും. ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1 സീറ്റും ലഭിച്ചില്ല. 2004 മുമ്പ് ശരാശരി 30 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് 3ലേക്ക് ഒതുങ്ങിയത്. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് 16 സീറ്റ്. 1998 CPMന് 32 MP-മാർ ഉണ്ടായിരുന്നു. 2004 43 സീറ്റ് ലഭിച്ചതോടെ ഒന്നാം UPA സർക്കാരിൽ നിർണായക ശക്തിയായി. 2009 CPMന് ലഭിച്ചത് 16 സീറ്റ്. 2014 9 സീറ്റായും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റായും ചുരുങ്ങി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPIക്ക് ലഭിച്ചത് 2 സീറ്റ്. ചിഹ്ന പ്രശ്നം മറ്റു മുന്നണികളെയും ബാധിച്ചിട്ടുണ്ട്. കോട്ടയത്ത് മത്സരിക്കുന്നത് 2 കേരള കോൺഗ്രസുകാരാണ്. UDFന്റെ ഭാഗമായ PJ ജോസഫ് വിഭാഗവും ഇടതുമുന്നണിയുടെ ഭാഗമായ ജോസ് കെ മാണി വിഭാഗവും തമ്മിലാണ് മത്സരം. പാർട്ടി ചിഹ്നമായ 2 ജോസ് കെ മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ്. എതിരാളി K ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ലഭിച്ചിട്ടില്ല. ചിഹ്നമില്ലാതെയാണ് ചുമരെഴുത്ത്. ജനങ്ങൾ തിരിച്ചറിയുന്ന ചിഹ്നമില്ലാതെ മത്സരിച്ചാലുള്ള ഗതി രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്നായി അറിയാം. AK ബാലന്റെ മുന്നറിയിപ്പും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു.